അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ അഖ്സയിലും ഒരുപോലെ ലോകത്ത് നമ്മൾ മുസ്ലിമീങ്ങൾ ഏറ്റവും പവിത്രമായി കാണുന്ന 3 പള്ളികളിലും ആദ്യമായി ബാങ്ക് കൊടുത്തിട്ടുള്ളത് ബിലാൽ ഇബ്നു റബാഹ എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ബിലാൽ ഇബ്നു റബാഹ? അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അബ്രഹത്ത് രാജാവ് വിശുദ്ധ കഅബയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അബിസീനിയൻ അടിമ അല്ലെങ്കിൽ അബിസീനിയൻ പ്രിൻസസ് ആയിട്ടുണ്ടായിരുന്ന ഹമന എന്ന് പറയുന്ന സ്ത്രീയെ അവർ അടിമയാക്കി കൊണ്ടുവന്ന് റബാഹ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരന് പിന്നീട് അവർ വിവാഹം കഴിക്കുകയും മക്കയിൽ തന്നെ അവർ ജീവിക്കുകയും മക്കയിൽ അവർക്കുണ്ടായ ഒരു പുത്രനാണ് ബിലാൽ ഇബ്നു റബാഹ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് തന്നെ അടിമ ക്ലാസ്സിലേക്കാണ് അല്ലെങ്കിൽ സ്ലേവ് ക്ലാസ്സിലേക്കാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സയ്യിദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ല ഒരു താബഈ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരു പുരുഷനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടാകും കറുത്തു എന്നുള്ള ഒരു വസ്തുത കൊണ്ട്. അദ്ദേഹത്തോട് പറയുന്നത്, നീ ഒരിക്കലും തന്നെ അതിൻ്റെ പേരിൽ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. കാരണം ഏറ്റവും നല്ല മനുഷ്യരായ ഈ ഭൂമിയിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ല 3 മനുഷ്യന്മാർ ബിലാൽ, മിഹ്ജ, ലുഖ്മാൻ എന്ന് പറയുന്ന 3 മനുഷ്യരും കറുത്ത വർഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിലാൽ എന്ന് പറയുന്ന ഈ വ്യക്തി, അല്ലെങ്കിൽ ബിലാൽ ഇബ്നു റബാഹ എന്ന് പറയുന്ന ഈ മഹാനായ സഹാബി, അദ്ദേഹം വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കിൽസ് വളരെ പ്രകടമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ട ഒരു അടിമയായിരുന്നു. അപ്പോൾ കുറച്ച് സ്കില്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉടമക്ക് അല്ലെങ്കിൽ യജമാനന് അദ്ദേഹത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമാറുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അദ്ദേഹം തൊട്ടുടനെ പെട്ടെന്ന് തന്നെ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രബോധനം ചെയ്ത ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അഥവാ അബൂബക്കർ സിദ്ദീഖിന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള ആളുകളാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ബിലാൽ ഇബ്നു റബാഹ എന്ന് ചരിത്രം പറയും. അഥവാ ആദ്യത്തെ അടിമ ഇസ്ലാം സ്വീകരിച്ചത്, ആദ്യത്തെ സ്വതന്ത്രനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖാണ്, ആദ്യത്തെ കുട്ടി അലി റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരാണ് ആദ്യം വളരെ വ്യക്തമായി ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ യജമാനൻ ഉമയ്യ ബിൻ ഖലഫ് അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹയെ പീഡിപ്പിച്ച ചരിത്രം നമ്മൾ എല്ലാവരും മുമ്പും പഠിച്ചിട്ടുള്ളതാണ്, മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു കല്ലിൻ്റെ മുകളിൽ കെട്ടി അദ്ദേഹത്തെ മരുഭൂമിയിൽ വെയിലത്ത് ചൂടത്ത് അവിടെ കൊണ്ട്, അപ്പം മരുഭൂമിയുടെ ചൂടൊക്കെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം പ്രയാസമുള്ള കാര്യമാണെന്നുള്ളത്. ദിവസങ്ങളോളം വെള്ളം കൊടുക്കാതെ അദ്ദേഹത്തെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഇപ്പോൾ സുമയ്യ ബിൻത് ഖബ്ബാത്ത് റളിയല്ലാഹു തആല അൻഹയോട് അബൂജഹലൊക്കെ പറയുന്നത്, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറി പറയണം എന്നുള്ളതാണ്. പക്ഷേ ഉമയ്യ ബിൻ ഖലഫിന് ബിലാൽ ഇബ്നു റബാഹയുടെ വില അറിയാം. കാരണം അദ്ദേഹം വളരെ സ്കില്ലുള്ള ഒരു മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാനോ ക്രൂശിക്കാനോ ഒന്നും പറഞ്ഞില്ല. മറിച്ച് ഒരേ ഒരു കാര്യം, നീ ജസ്റ്റ് ലാത്ത് ഉസ്സ എന്നൊന്ന് പറഞ്ഞാൽ മതി, ലാത്ത് ഉസ്സ എന്ന വാക്ക് മാത്രം ഒന്ന് ഉച്ചരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അഹദുൻ അഹദ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന ആ ഒരൊറ്റ കാര്യമേ അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നുള്ളൂ, അത് മാത്രം പറയാം. അപ്പോൾ ഇത് നിരന്തരമായി പീഡിപ്പിച്ചിട്ടും ബിലാൽ ഇബ്നു റബാഹ ഒട്ടും തന്നെ അനക്കമില്ല, കുലുക്കമില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ തായിഫിലേക്ക് പറഞ്ഞയക്കുകയാണ്. തായിഫിലേക്ക് പറഞ്ഞയച്ചിട്ട് ഉമയ്യ ബിൻ ഖലഫ് പറയുന്നത്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ ഇദ്ദേഹത്തെ പീഡിപ്പിക്കേണ്ടത് അങ്ങനെ എന്തെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പീഡിപ്പിക്കാൻ പറ്റുമോ പീഡിപ്പിച്ചോളൂ. എന്നിട്ട് ആ തെരുവിലൂടെ ബിലാൽ ഇബ്നു റബാഹയെ വലിച്ച് എഴച്ച് കൊണ്ടുപോവുകയാണ് ആ നാട്ടിലെ തെമ്മാടികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇബ്ൻ മസ്ഊദും ഈ കാറ്റഗറിയിൽ പെട്ടതാണ്. അദ്ദേഹം മവാലിയാണ്, അഥവാ മോചിപ്പിക്കപ്പെട്ട അടിമയാണ്. അടിമ അല്ലെങ്കിൽ പോലും അദ്ദേഹമൊക്കെ ആ നാട്ടിലെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസനാണ്. അപ്പോൾ ഇബ്ൻ മസ്ഊദിനെ പോലെയുള്ള ആളുകൾ സഹാബത്ത് പറയുന്നുണ്ട്, ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് ഈ ആക്രമിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഇരുമ്പ് ചെയിൻ കൊണ്ട് അവരെ ബന്ധിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ തീരെ കുലുക്കമില്ലാതെ ഉറച്ചു നിന്ന ഒരേ ഒരു വ്യക്തി ബിലാൽ ഇബ്നു റബാഹ മാത്രം. ബാക്കിയുള്ള അമ്മാർ, യാസിർ റളിയല്ലാഹു അൻഹു ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഖബ്ബാബൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആ ഒരു പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ ബിലാലിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉമയ്യ ബിൻ ഖലഫ് അദ്ദേഹത്തെ ഒരു വലിയ കല്ലിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ട് ആ കല്ല് ഇനി ഒരു കാരണവശാലും ഇത് കുലുക്കല്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു വലിയ കല്ല് അദ്ദേഹത്തിൻ്റെ നെഞ്ഞത്ത് കൊണ്ടുപോയിട്ട് വെക്കണം, അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ.
അങ്ങനത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം പോവുകയാണ്. ഇതുകൂടി കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഉമയ്യ ബിൻ ഖലഫിനോട് ഇദ്ദേഹത്തെ ബിലാൽ ബിൻ റബാഹയെ വിൽക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഉമയ്യക്ക് മനസ്സിലായി, ഇനി ഇദ്ദേഹത്തെ പീഡിപ്പിച്ചാൽ ചിലപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇനി ഒരു കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ 10 ഊഖിയക്ക് വേണ്ടിയിട്ട്, അന്നത്തെ ഒരു കറൻസിയാണ്, കുറച്ച് അത്യാവശ്യം വിലയുള്ള ഒരു സാമാന്യം നല്ല വില പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തെ വാങ്ങുകയാണ്. അപ്പോൾ വാങ്ങി ആ പണം വാങ്ങിയിട്ട് ബിലാൽ ബിൻ റബാഹയെ കൊടുത്തതിന് ശേഷം ഉമയ്യ ബിൻ ഖലഫ് പറയുന്നത്, നീ എനിക്ക് 1 ദീനാറാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെ തന്നേനെ, കാരണം അത്ര പോലും എനിക്ക് വിലയില്ല എന്നുള്ളത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അതിന് കൊടുത്ത മറുപടി, വല്ലാഹി നീ 100 ദീനാറാണ് എന്നോട് വില പറഞ്ഞതെങ്കിൽ ഞാൻ ആ 100 ദീനാറും തന്ന് ബിലാലിനെ വാങ്ങുമായിരുന്നു, കാരണം ബിലാൽ അത്രയും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം സ്വതന്ത്രനായതിനു ശേഷവും എന്നാൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ രീതിയിലുള്ള പീഡനം പിന്നീട് അനുഭവിക്കുന്നില്ല. മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഖുറൈശികളുടെ പ്രമുഖരായ ഗോത്ര നേതാക്കന്മാർ വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള വലിയ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നേതാക്കന്മാരിൽപ്പെട്ട ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. ഞങ്ങൾ വരാം, നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, നമുക്ക് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ചെറിയ ഒരു നീക്കുപോക്ക് നടത്താം. പക്ഷെ ഞങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിലാലും അമ്മാറും സുഹൈബൊക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ഈ നമ്മുടെ മുന്നിൽ ഈ അടിമകളായിട്ടുള്ള, അതായത് നിൻ്റെ കൂടെ ഇവർ വന്ന് ഞങ്ങളെ അതേ ലെവലിലേക്ക് വന്ന് ഇരിക്കാൻ ഞങ്ങൾക്കത് പ്രയാസമുണ്ട്. അപ്പം നമ്മൾ വന്ന് ഇരിക്കുമ്പോൾ ഈ ബിലാലും സുഹൈബും അമ്മാറൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് ബിലാൽ. കാരണം ബിലാൽ വളരെ പ്രകടമായിട്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇത് എന്ത് തന്നെ കാരണം പറഞ്ഞാലും ശരി, ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ അവർ റെഡിയായി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള വലിയ നേതാക്കന്മാർ, അല്ലെങ്കിൽ ആ നാട്ടിലെ പ്രമുഖരായ ആളുകൾ അഥവാ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുവഴി ഇസ്ലാമിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം വളരെ വലുതാണ്. അപ്പോൾ സഹാബത്തൊക്കെ പറഞ്ഞു, റസൂലെ നമുക്ക് ബിലാലിനോട് കാര്യം പറഞ്ഞാൽ ബിലാലിന് മനസ്സിലാവും, അവർ ജസ്റ്റ് ഒന്ന് മാറി നിന്നാൽ പോരെ, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്, വസ്ബിർ നഫ്സക, അഥവാ നിന്റെ നഫ്സിനെ നീ പിടിച്ചു നിർത്തുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. രാവും പകലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. അവരിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് നീ ദുനിയാവിൽ വലിയ കിബിർ കാണിച്ച് നടക്കുന്ന ആളുകളോട് നിന്റെ മുഖം അങ്ങോട്ട് തിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരനാണോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണോ എന്നുള്ള ആ ഒരു ചർച്ച ഇസ്ലാമിൽ വളരെ അപകടകരമായ ഒരു ചർച്ചയാണ് എന്നുള്ളത് ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വാർണിംഗ് കൊടുക്കുന്നത് സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അപ്പോൾ ഈ നിറത്തിൻ്റെ പേരിലും വർഗ്ഗത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ മനുഷ്യരെ താഴ്ത്തി കാണുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു റിംഗിങ് ബെല്ലാണ് ഈ ഒരു ആയത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഉമർ ഖത്താബ് പിന്നീട് ചോദിക്കുന്നുണ്ട് ബിലാൽ ബിൻ റബാഹയോട്, നീ എന്തുകൊണ്ടാണ് അഹദ് എന്ന് മാത്രം പറഞ്ഞിരുന്നത്? കാരണം ഉമറിന് എപ്പോഴും കാര്യങ്ങൾ അറിയാനല്ല, മറ്റുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു ത്വര എപ്പോഴും ഉമറിന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഉമർ ഇത് ചോദിച്ചപ്പോൾ ബിലാൽ ബിൻ റബാഹ കൊടുത്ത മറുപടി, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ആകെ അറിയാവുന്ന കാര്യം അഹദ്, അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ഞാൻ അതും പറഞ്ഞേനെ, അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം, അഥവാ ഈ ഒരു കാര്യത്തിന് ശേഷം ബിലാൽ ഇബ്നു റവാഹയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു അർത്ഥത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണോ ഉള്ളത് അവിടെ ബിലാൽ ഉണ്ടാവും. അഥവാ ഒറ്റയ്ക്ക് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റില്ല, ബിലാൽ എപ്പോഴും അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തുണ്ടാവും എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു യാത്ര പുറപ്പെടണം, നേരെ പറയുന്നത് ബിലാലിനോടാണ്. കാരണം ബിലാലാണ് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടത്. ബൈത്തുൽ മാലിൻ്റെ ആദ്യത്തെ ട്രഷറർ ബിലാൽ ഇബ്നു റവാഹയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഗേറ്റ് കീപ്പർ ബിലാൽ ഇബ്നു റവാഹയാണ്. ബിലാൽ ഇബ്നു റബാഹയോട് ചോദിച്ചാൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഭാര്യമാരെ ഡിവോഴ്സ് ചെയ്തു എന്ന ഒരു വാർത്ത പരന്ന് അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉമർ ഖത്താബ് വരികയാണ്. ഉമർ ഖത്താബ് വന്നിട്ട് അദ്ദേഹത്തെ കാണാൻ പെർമിഷൻ ചോദിക്കുന്നത് ബിലാൽ ഇബ്നു റബാഹയോടാണ്. ബിലാൽ ഇബ്നു റബാഹ ഉള്ളിൽ പോയി തിരിച്ച് പുറത്തേക്ക് വന്നിട്ട് ഉമറിനോട് പറയുന്നത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉമർ വന്നിട്ടുണ്ട്, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്ന് വെച്ചാൽ
ഉമറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണാൻ പെർമിഷൻ ഇല്ല. ഇത് ആരാ പറയുന്നത്? ബിലാൽ ഇബ്നു റബാഹയാണ്. അപ്പോൾ അതുപോലെ നമുക്കറിയാം ബിലാൽ ഇബ്നു റബാഹ ബാങ്ക് കൊടുക്കുന്നതിൽ ആരാണ് അദാൻ ആദ്യമായി കൊടുത്തത് എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന സഹാബിക്ക് ഒരു സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഈ സ്വപ്നം അദ്ദേഹം കാണുന്നത് ഈ മലക്ക് അഥവാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വിളിക്കാം എന്നുള്ളൊരു ചർച്ച അന്ന് നടക്കുന്നുണ്ട് സഹാബത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ആ സമയത്താണ് അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നത്. എങ്ങനെയാണ്? ഈ ബാങ്കിൻ്റെ വചനങ്ങൾ ഒരു ആൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു. എന്നിട്ട് അദ്ദേഹം നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. അതേ സമയം തന്നെ ഉമർ ഖത്താബ് ഇതേ സ്വപ്നം കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഈ സ്വപ്നം കണ്ട ആൾ എന്നുള്ള രീതിയിൽ അബ്ദുള്ള ഇബ്നു സെയ്ദ് ഈ സ്വപ്നം പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു ആഗ്രഹം ഉണ്ടാവും അദ്ദേഹത്തിന് ബാങ്ക് കൊടുക്കണം എന്നുള്ള. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ദുള്ള ഇബ്നു സെയ്ദിൻ്റെ അടുത്തുനിന്നും ഉമർ ഖത്താബിൻ്റെ അടുത്തുനിന്നും ഇത് കേട്ട ഉടനെ നേരെ പറയുന്നത് ഇത് സത്യമായ സ്വപ്നമാണ്, നേരെ ബിലാലിനെ വിളിക്കൂ എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, യാ സെയ്ദ്, നീ ഇദ്ദേഹത്തിന് ഈ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ബിലാലിൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ള ശബ്ദമാണ്, അദ്ദേഹത്തിന് വളരെ മൃദുലമായ അല്ലെങ്കിൽ സ്വീറ്റായിട്ടുള്ള ശബ്ദമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇതോടൊപ്പം സൈഡ് പോയിന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ അബ്ദുള്ള ഇബ്നു സെയ്ദ് അല്ലെങ്കിൽ സഹാബത്ത് ഒരു കാര്യം സ്വപ്നം കണ്ടതുകൊണ്ട് അത് ഷറായി മാറൂല. ഇവിടെ ചില ആളുകൾക്ക് സംശയം തോന്നേക്കാം, അപ്പോൾ സഹാബത്ത് എന്തെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഷറായി മാറൂല, അത് നിയമമല്ലേ എന്നുള്ളത്. അല്ല, ഈ സഹാബി ഇത് സ്വപ്നം കണ്ടുകൊണ്ടല്ല ഇത് നമുക്ക് ബാങ്കായി മാറിയത് അല്ലെങ്കിൽ അദാനായി മാറിയത്, മറിച്ച് ആ സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റാറ്റിഫൈ ചെയ്തതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതെ ഈ സ്വപ്നം യഥാർത്ഥ സ്വപ്നമാണ്, ഇത് ഷറആണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് ഇത് ഷറആയത്. അതുകൊണ്ട് തന്നെ സഹാബത്ത് പിന്നീട് കാണുന്ന ഒരു സ്വപ്നം കണ്ടു എന്ന കാര്യം കൊണ്ട് മാത്രം അത് നമുക്ക് ഷറആയി വരില്ല എന്നുള്ളത് ഉസൂലുൽ ഫിഖഹിൻ്റെ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് കൂടെ മനസ്സിലാക്കണം എന്നുകൂടി പറയുന്നു. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹയാണ് അതോടുകൂടി നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ബാങ്ക് കൊടുക്കുന്ന വ്യക്തി. ഓരോ പ്രാവശ്യം ബാങ്ക് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സമ്മതം ചോദിക്കും. അതുപോലെ തന്നെ ബിലാൽ ഇബ്നു റബാഹ അവിടെ ഉണ്ടാവുമ്പോൾ വേറെ ആരും തന്നെ ബാങ്ക് കൊടുക്കാറില്ല എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ബിലാൽ എഴുന്നേറ്റ് കൊണ്ട് ബാങ്ക് കൊടുക്കുകയാണ്. ബിലാൽ അത് ബാങ്ക് കൊടുത്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, മൻ ഖാല മിസ്ല ഹാദൻ യഖീനൻ ദഖലൽ ജന്ന. ഇത് ആരെങ്കിലും ഈ ഒരു വാചകങ്ങൾ ആരെങ്കിലും ഉറപ്പോടുകൂടി യഖീനോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള. അപ്പം നമ്മളൊക്കെ ബാങ്കിൻ്റെ വചനങ്ങൾ ഉരുവിടാറുണ്ട്, പക്ഷേ എത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടും എത്രത്തോളം ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബിലാൽ ഇബ്നു റബാഹ ഇത് പറയുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വാചകം പറയുന്നത്. കാരണം ഇത്രയേറെ യഖീനോട് കൂടിയിട്ട് ഈ വാചകം പറഞ്ഞ ആൾ അന്ന് ഉണ്ടാവുമോ എന്നുള്ള സംശയം. കാരണം ഈ ഒരു വാചകം പറയാൻ വേണ്ടി അഹദ് എന്ന് പറയാൻ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ബിലാൽ ഇബ്നു റബാഹ ഈ വാചകങ്ങൾ പറയുന്നത്. അതിനേക്കാൾ വലിയ ഒരു തെളിവ് എന്താണുള്ളത്? അദ്ദേഹം ഇത് യഖീനോട് കൂടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഈ ഒരു രീതിയിലായിരുന്നു ബിലാൽ ഇബ്നു റബാഹയുടെ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ 24 മണിക്കൂറും അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തായി കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിക്കൊണ്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഉമയ്യ ബിൻ ഖലഫ് പിന്നീട് അവർ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ബദർ സംഭവിക്കുന്നു. അപ്പോൾ ബദറിൽ വളരെ രസകരമായ ഒരു സംഭവം നടന്നത്, ഉമയ്യ ബിൻ ഖലഫിന് അഥവാ ബിലാൽ ഇബ്നു റബാഹയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്ന ബിലാലിൻ്റെ ഉടമയായ ഉമയ്യ ബിൻ ഖലഫിന് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ബദർ യുദ്ധത്തിന് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ ഉമയ്യ എന്ത് ചെയ്യാണ്, അദ്ദേഹം എങ്ങനെയെങ്കിലും ഇതിന്ന് പിന്തിരിയാൻ നോക്കുന്നു. പക്ഷേ അബൂ ജഹൽ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ട് യുദ്ധത്തിന് കൊണ്ടുവരാൻ. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ സഅദ് ബിൻ മുആദിനോടും അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോടും ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത് അബ്ദുൽ ഇലാഹ് എന്നുള്ളതാണ്. അപ്പോൾ ഉമയ്യ ബിൻ ഖലഫിൻ്റെ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതൊക്കെ അബ്ദുറഹ്മാൻ ബിൻ ഔഫാണ്. അപ്പോൾ ഏതായിരുന്നാലും യുദ്ധത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ ഉമയ്യ ബിൻ ഖലഫ് കൊല്ലപ്പെടാനൊക്കെ ഉള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഉമയ്യ ബിൻ ഖലഫ് നേരെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയുകയാണ്, യാ അബ്ദുറഹ്മാൻ, നീ എന്നെ ഇപ്പോൾ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള, അഥവാ യുദ്ധത്തിൽ വെച്ചിട്ട് ഇപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉമയ്യയെ കൊന്നു കഴിഞ്ഞാൽ, ആ യുദ്ധത്തിൻ്റെ ഇടയിൽ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഉമയ്യയുടെ കയ്യിൽ അപ്പോൾ ഉണ്ടാവുന്ന പടച്ചട്ടയും കാര്യങ്ങളൊക്കെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് യുദ്ധാർജിത സ്വത്തായിട്ട് ലഭിക്കുക. അപ്പോൾ ഉമയ്യ പറയാണ്, പക്ഷെ നേരെ മറിച്ച് എന്നെ ജീവനോട് കൂടി നീ എന്നെ പിടിച്ചാൽ, ജീവനോട് കൂടിയിട്ട് നമ്മൾ യുദ്ധത്തിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണോ ഇയാൾ പറയുന്ന, ഇസ്ലാമിക കോടതി എന്താണോ പറയുന്നത്, ആ പണം അത്രയും അവർ മോചനദ്രവ്യമായി നൽകേണ്ടി വരും. അപ്പോൾ ഉമയ്യ ബിൻ ഖലഫ് പറഞ്ഞു, ഞാൻ നിനക്ക് നീ പറയുന്ന മോചനദ്രവ്യം ഞാൻ നിനക്ക് തരാം. അപ്പം നീ എന്നെ കൊല്ലുന്നതിനേക്കാൾ ലാഭം നിനക്ക് എന്നെ
ബന്ദിയായി പിടിക്കുന്നതാണ് എന്ന് ഉമയ്യ ബിൻ ഖലഫ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തീരുമാനിച്ചു അത് അദ്ദേഹത്തെ ബന്ദിയായി പിടിക്കാം. അങ്ങനെ അദ്ദേഹത്തെ ബന്ദിയായി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നടന്നു വരുമ്പോഴാണ് ബിലാൽ ഇബ്നു റവാഹ, അഥവാ യുദ്ധം ടെക്നിക്കലി കഴിഞ്ഞിട്ടില്ല, എന്നാൽ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിയിട്ടുണ്ട്. അഥവാ യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കൊല്ലാനും പറ്റില്ല, പക്ഷേ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ബിലാൽ ഇത് കാണുമ്പോൾ ബിലാൽ നിലവിളിക്കാൻ തുടങ്ങി, ബിലാൽ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ലാ നജൗതു ഇൻ നജ, നീ ഇവനെ നീ ബന്ദിയാക്കി ജീവനോടെ പിടിച്ചു കൊണ്ടുപോയാൽ ഞാൻ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ ബിലാൽ ഇബ്നു റബാഹ ഉറക്കെ ഒച്ച ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ബിലാൽ ഇത് പറഞ്ഞോട് കൂടിയിട്ട് അൻസാരികൾ, അല്ലെങ്കിൽ ബിലാലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അൻസാരികളൊക്കെ പാടെ കൂടി ബിലാലിൻ്റെ കൂടെ വന്നിട്ട് ഈ ഉമയ്യ ബിൻ ഖലഫിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉമയ്യയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നിൽ നിന്ന് നോക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നത്, എൻ്റെ കാലിന് പരിക്ക് പറ്റി, അഥവാ ഒരു അൻസാരി ഇതുപോലെ സൈഡിലൂടെ വെട്ടിയപ്പോൾ ആ വെട്ട് അറിയാതെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കാലിലേക്ക് കുടുങ്ങി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ അൻസാരിയും, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്, അല്ലെങ്കിൽ അത് ബിലാൽ ഇബ്നു റബാഹയ്ക്ക് കിട്ടേണ്ട നീതിയായിരുന്നു, അത് കൊല്ലപ്പെടുകയാണ് ഉമയ്യ ബിൻ ഖലഫ്. എന്നിട്ട് അവർക്ക് ഇത് ചരിത്രം പരിശോധിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉമയ്യ ബിൻ ഖലഫിനെ അവർ ഇതുപോലെ മറവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓരോ പ്രാവശ്യം മറവ് ചെയ്യുമ്പോഴും ശരീരം മണ്ണിൽ നിന്ന് പുറത്തേക്ക് പൊന്തി വരികയാണ്. അപ്പോൾ ശരീരം മണ്ണിൽ നിന്ന് പുറത്തേക്ക് പൊന്തി വരുമ്പോൾ അവസാനം ഇവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം അവിടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേ കല്ലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അതുകൂടി ബിലാൽ ഇബ്നു റവാഹയ്ക്ക് കൃത്യമായി നീതി ലഭിച്ചു എന്നുള്ള ആ ഒരു സംഭവം കൂടി ബദറിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫതഹ് മക്കൻ ഫതഹിൻ്റെ സമയത്താണ് പിന്നീട് ബിലാൽ ഇബ്നു റബാഹയുടെ ഒരു റോള് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മക്കൻ ഫതഹിൻ്റെ സമയത്ത് ഇപ്പോൾ ഓരോ യുദ്ധത്തിനും അല്ലെങ്കിൽ ഓരോ സമയത്തിലും സഹാബത്ത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. മക്കൻ ഫതഹ് എന്നുള്ളത് ബിലാൽ ഇബ്നു റബാഹയുടെ ദിവസമായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഅബയുടെ അകത്തേക്ക് പ്രവേശിച്ചത് ബിലാൽ ഇബ്നു റബാഹയാണ്. അപ്പോൾ അതേപോലെ തന്നെ കഅബയുടെ മുകളിലേക്ക് കയറിക്കൊണ്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കഅബയുടെ മുകളിലേക്ക് കയറി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അന്ന് അവിടെ ഇസ്ലാം സ്വീകരിച്ചതോ അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ മടി കാണിച്ചതോ നിൽക്കുന്നതായിട്ടുള്ള മക്ക മുശ്രിക്കുകളുണ്ട്. അവർ പറയാണ്, എൻ്റെ ഉപ്പ മരണപ്പെട്ടത് നന്നായി, അദ്ദേഹം ഈ ഒരു കാഴ്ച കണ്ടിരുന്നെങ്കിൽ, അഥവാ ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരാൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയേനെ. കാരണം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കൃത്യമായൊരു മെസ്സേജ് കൊടുക്കുകയാണ്. കറുത്ത വർഗ്ഗക്കാരനായ ഒരാളെ കൊണ്ട് ആ കഅബയുടെ മുകളിൽ കയറിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ബാങ്ക് കൊടുക്കുന്ന കാഴ്ച, അത് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു. അബൂ സുഫിയാനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞത്, ഞാൻ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നില്ല, ഈ വിഷയത്തിൽ നിന്നല്ല ഒന്നും തന്നെ. കാരണം അബൂ സുഫിയാൻ ആ മക്കം ഫത്തഹിന് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് മനസ്സോടെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അബൂ സുഫിയാൻ പറയുന്നത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് അത് അറിയിക്കും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് മക്കൻ ഫതഹിൻ്റെ സമയത്ത് അബൂ സുഫിയാൻ്റെ മുന്നിലൂടെ ഈ ബിലാലും അമ്മാറും സുഹൈബൊക്കെ നടന്നു പോകുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ അബൂ സുഫിയാൻ്റെ മുഖത്തോക്കി പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാളുകൾ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളത്. അഥവാ അബൂ സുഫിയാൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് പറയുകയാണ്, നീ കൊല്ലപ്പെടേണ്ട ആൾ തന്നെയാണ്, പക്ഷേ നീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത്. ഇത് അബൂ സുഫിയാൻ എന്ന് പറയുന്നത് അന്നത്തെ മക്ക മുശ്രിക്ക് അല്ലെങ്കിൽ മക്കയുടെ പ്രമുഖനായ നേതാവാണ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി, കാരണം പക്ഷേ ബിലാൽ ഇബ്നു റബാഹയ്ക്ക് ഉണ്ടായ അനുഭവങ്ങൾ വേറെയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഇത് കേട്ടപ്പോൾ ബിലാൽ ഇബ്നു റബാഹയെ പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ആ ബിലാൽ ഇബ്നു റബാഹയെ ആ വിഷയത്തിൽ അദ്ദേഹം ചൂടായി സംസാരിച്ചു. ബിലാൽ ഇബ്നു റബാഹയോട് പറഞ്ഞു, നീ എന്ത് വർത്താനാണ് പറഞ്ഞു, നീ ഇങ്ങനെ പറയാൻ പാടുള്ളതല്ല എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പോയി. അബൂബക്കർ സിദ്ദീഖ് അത് പോയിട്ട് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഉണ്ടായ സംഭവം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അബൂബക്കർ സിദ്ദീഖ് ആരാന്ന് നമുക്കറിയാം. ഉമർ ഖത്താബും അബൂബക്കർ സിദ്ദീഖും തമ്മിലൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അന്ന് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭാഗത്താണ് തെറ്റ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടായത് ഉമർ ഖത്താബിനോടാണ്. ഉമർ ഖത്താബിനോട് അദ്ദേഹം ചൂടായിട്ട് പറഞ്ഞത്, എൻ്റെ ഈ സാഹിബിനെ നിങ്ങളൊന്ന് വെറുതെ വിടണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം സഹാബത്ത് പറയുന്നത്, ഞങ്ങൾ ആരും തന്നെ അബൂബക്കർ സിദ്ദീഖിനോട് ഒരു തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. അത്രയും ഉന്നതനായ സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖാണ്. ആ അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബൂബക്കർ, നീ ഒരു പക്ഷേ അവരെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടാവാം, നിൻ്റെ ഈ വാക്കുകൾ കാരണം ബിലാലിനും അമ്മാറിനും സുഹൈബിനും ദേഷ്യം വന്നിട്ടുണ്ടാവാം. ഉണ്ടെങ്കിൽ നീ അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്.
ഇത് കേട്ടതോടുകൂടി അബൂബക്കർ സിദ്ദീഖിന് ആകെ വിഷമമാകുകയും നേരെ ചെന്ന് യാ ഇഖ്വത എന്ന് പറഞ്ഞുകൊണ്ട് ബിലാലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ എത്രത്തോളം പ്രൊഫൗണ്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കറുത്ത വർഗ്ഗക്കാരനായ ജാതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ആളുകളെ ഇന്നും മുസ്ലിമീങ്ങളായ ആളുകളെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖിനോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ എന്ന വ്യക്തിയോട് നീ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദേഷ്യപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അടിവരയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. ഗഫറല്ലാഹു ലക് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ അബൂബക്കർ സിദ്ദീഖിനോട് പറയുകയാണ്. അപ്പോൾ ഈ രീതിയിലായിരുന്നു ബിലാൽ ഇബ്നു റബാഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും സഹാബത്തിൻ്റെ അടുത്തും ഉണ്ടായിരുന്ന ഒരു സ്ഥാനം. അപ്പോൾ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഇതുപോലെ ആ മരണപ്പെട്ടതിന് ശേഷം തൊട്ടുടനെയുള്ള നിസ്കാരത്തിന് ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ബിലാൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നിടത്ത് ബിലാൽ കരയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കരയുന്ന ബിലാൽ ഇബ്നു റബാഹക്ക് ആ വാക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ബിലാൽ എന്ത് ചെയ്യാണ്, ഇനി ഒരുപാട് തവണ ശ്രമിക്കുന്ന സഹാബത്തും കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അന്ന് മദീനത്തുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നു, സഹാബത്ത് മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിലാൽ ബാങ്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ട് ബിലാലിന് സാധിക്കുന്നില്ല. അപ്പോൾ ബിലാൽ പുറത്തിറങ്ങിയിട്ട് നേരെ അബൂബക്കർ സിദ്ദീഖിനോട് പറയാണ്, ഞാൻ ഇനി ഒരിക്കലും ബാങ്ക് കൊടുക്കാൻ പോകുന്നില്ല, കാരണം എനിക്കിനി ബാങ്ക് കൊടുക്കാൻ സാധിക്കില്ല. എന്നിട്ട് ബിലാൽ ഇബ്നു റബാഹ അബൂബക്കർ സിദ്ദീഖിനോട് പറയാണ്, നിങ്ങൾ എന്നെ ജിഹാദിൽ പറഞ്ഞു, എനിക്കിനി കൊല്ലപ്പെടണം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. അപ്പോൾ ബിലാൽ പറയുന്നത്, എന്നിട്ട് ബിലാൽ വളരെ വികാരഭരിതനായിട്ട് അബൂബക്കർ സിദ്ദീഖിനോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണം കൊടുത്ത് എന്നെ മോചിപ്പിച്ചതെങ്കിൽ, അഥവാ നിങ്ങളുടെ അടിമയാകാനാണ് മോചിപ്പിച്ചതെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടാണ് എന്നെ മോചിപ്പിച്ചതെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടണം, ഞാൻ പോവുകയാണ് ഈ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ അദ്ദേഹം മദീന വിടുക. എന്നിട്ട് പിന്നീട് അദ്ദേഹം പോകുന്നത് ഷാമിലേക്കാണ്. അപ്പോൾ ഷാം ഫലസ്തീൻ, അല്ലെങ്കിൽ ഇന്ന് ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ബൈത്തുൽ മഖ്ദിസ് ഉൾക്കൊള്ളുന്ന ഷാമിലേക്ക് അദ്ദേഹം പോയിട്ട് അദ്ദേഹം പിന്നീട് ഷാമിലാണ് ജീവിക്കുന്നത്. സഹാബത്ത് ഷാം പിടിച്ചടക്കുന്നുണ്ട്. ഷാം പിടിച്ചടക്കിയതിനു ശേഷം ഫലസ്തീൻ പിടിച്ചടക്കിയതിനു ശേഷം ഈ ഫലസ്തീൻ്റെ ബൈത്തുൽ മഖ്ദിസിൻ്റെ താക്കോൽ സാക്ഷാൽ ഉമർ ഖത്താബിന് അഥവാ ഖലീഫക്ക് തന്നെ കൊടുക്കുകയുള്ളൂ എന്ന് അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ, ആ പണ്ഡിതന്മാരെല്ലാം മറിച്ച് അവിടുത്തെ അഹ്ബാരികൾ, അവിടുത്തെ പ്രീസ്റ്റ് പറഞ്ഞ സമയത്ത് ഉമർ ഖത്താബ് ഈ ചാവി വാങ്ങാൻ വേണ്ടിയിട്ട് ഫലസ്തീനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബൈത്തുൽ മഖ്ദിസിൻ്റെ താക്കോൽ വാങ്ങുന്ന സമയത്ത് ബിലാൽ ആ നാട്ടിലുണ്ട് എന്ന് അറിയിച്ച സമയത്ത് ഇതുപോലെ സഹാബത്ത് ഉമർ ഖത്താബിനോട് പറയുന്നത്, ബിലാൽ ഇവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തിനോട് ബാങ്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു നോക്കാം. സഹാബത്ത് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ഒന്ന് ബാങ്ക് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് ഈ ഇസ്ലാമിക ചരിത്രത്തിലാദ്യമായി മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ കയറിക്കൊണ്ട് ബിലാൽ ഇബ്നു റബാഹ ബാങ്ക് കൊടുക്കുകയാണ്. ആദ്യമായി കൊടുക്കുന്ന ബാങ്ക്. നാളെ മസ്ജിദുൽ അഖ്സ നമ്മുടെ കൈകളിലേക്ക് എത്തേണ്ടതാണ്. ആദ്യമായി ബാങ്ക് കൊടുത്ത് ബിലാൽ ഇബ്നു റബാഹ കരയാൻ തുടങ്ങുന്നു. സഹാബത്ത് മുഴുവൻ കരയാൻ തുടങ്ങും. അതിനുശേഷം അംവാസിൽ നടന്നിട്ടുള്ള ഒരു വലിയൊരു അസുഖം കാരണം ഒരുപാട് സഹാബത്ത് മരണപ്പെട്ടിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് മരണപ്പെട്ട സമയത്തും ആ ഒരു സന്ദർഭത്തിലാണ് ബിലാലും മരണപ്പെടുന്നത്. മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയോട് പറയുന്നുണ്ട്, ഇനി അദ്ദേഹം സന്തോഷത്തോടു കൂടി പറയാണ്, വാ ഫർഹ്ത എന്ന് പറയുമ്പോൾ, ഞാൻ എന്തൊരു ദിവസമാണ്, നാളെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോവുകയാണ് എന്ന് ബിലാൽ ഇബ്നു റബാഹ പറയുന്നത്. കാരണം ബിലാൽ ഇബ്നു റബാഹയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് ജീവിതം എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചില ഹദീസുകൾ കാണാൻ പറ്റുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ബിലാലിൻ്റെ കാൽപാദം സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട്. അത് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ ഇബ്നു റബാഹ പറയുന്നത്, ഞാൻ എപ്പോൾ വുദു എടുത്താലും ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചില മഹത്വം കൂടി ബിലാൽ ഇബ്നു റബാഹയുമായി അസോസിയേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ സഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മുടെ ഈമാനികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അവർ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവർ എന്തിനാണോ ഇതൊക്കെ ചെയ്തത്, അവർ ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മുടെയും ആഗ്രഹം. പക്ഷേ അത് നേടാൻ എത്രത്തോളം അർഹത ഉണ്ട് നമ്മൾ എന്നുള്ളത് സ്വയം ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.